ഇടുക്കിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ കാട്ടാന ആക്രമണം നടക്കുകയാണ്. മൂന്നാറിൽ കാട്ടാന ആക്രമണം ഉണ്ടായിരിക്കുന്നു. മറയൂർ റോഡിലിറങ്ങിയ കാട്ടാന വാഹനങ്ങൾ തകർത്തു. ഈരാറ്റുപേട്ട സ്വദേശിയുടെ കാറാണ് തകർത്തത്. ഒരു ബസ്സിന് നേരെയും കാട്ടാനയുടെ ആക്രമണം ഉണ്ടായി. സുബിൻ തോമസ് ആണ് ചേരുന്നത്. സുബിൻ പറയും. ഇന്ന് പുലർച്ചയോട് കൂടിയാണ് ഇത്തരത്തിൽ കാട്ടാനയുടെ ആക്രമണം ഉണ്ടാകുന്നത്. മൂന്നാർ മറയൂർ റോഡിലാണ് കാട്ടാന ആക്രമണം ഉണ്ടായത്. ഇത് പടയപ്പയാണ് എന്നുള്ളൊരു നിഗമനത്തിലാണ് ഇപ്പോഴുള്ളത്. ഇത് ഏത് കാട്ടാനയാണ് ആക്രമണം നടത്തിയത് എന്നുള്ളത് വ്യക്തമല്ല. ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഈ മൂന്നാർ മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷമാണ്. അതായത് പടയപ്പ ഉൾപ്പെടെ 4ഓളം കൊമ്പന്മാരാണ് ഈ മൂന്നാർ മേഖലയിൽ മതപ്പാടിലുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ ഭീകരമായ ഒരു അന്തരീക്ഷം ഈ മൂന്നാർ മേഖലയിലുണ്ട്. ഇത്തരത്തിൽ ഈ കാട്ടാന ആക്രമണത്തിൽ ഒരു കാറ് പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. അതായത് കാറിന്റെ മുൻവശത്തെ ചില്ലുകൾ ആന തകർത്തിട്ടുണ്ട്. ഏകദേശം 3 തവണ ഈ ആന ഈ കാറ് തകർക്കാനുള്ള ശ്രമം നടത്തുകയും കാറിന്റെ മുൻഭാഗം കുത്തി പൊളിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന് ശേഷം ഈ റോഡിലൂടെ തന്നെ എത്തിയ മറ്റൊരു ബസ്സിന് നേരെയും കാട്ടാനയുടെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിൽ ഈ നിരവധി സഞ്ചാരികൾ, വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ നിരവധി ആളുകൾ എത്തുന്ന റോഡിൽ തുടർച്ചയായി കാട്ടാനകൾ എത്തുന്നത് നിത്യസംഭവമായി മാറുന്ന ഒരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ദേശീയപാതയോരത്ത് ഈ പടയപ്പ എത്തുകയും വലിയ രീതിയിലുള്ള ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് മൂന്നാർ മറയൂർ റോഡിൽ ഇത്തരത്തിൽ കാട്ടാനയുടെ ആക്രമണം രൂക്ഷമായി തുടരുന്നത്. ശരി സുബിൻ, എന്തായാലും ഇടുക്കി മൂന്നാറിൽ കാട്ടാന ആക്രമണം, മറയൂർ റോഡിലിറങ്ങിയ കാട്ടാനയാണ് വാഹനങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയത്.